ഇന്ന് സൺഡേ ആയിട്ട് അടിപൊളി കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 3 കരിമീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി ഒക്കെ ഇട്ട് നല്ലോണം നാരങ്ങനീര് ഒഴിച്ച് കുഴച്ച് പുരട്ടി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പൊടികൾ മാത്രം അളവിന് ചേർത്ത് വെക്കുക. എനിക്ക് ഇച്ചിരി എരിവ് ഇഷ്ടമാണ്, അതിനനുസരിച്ചുള്ള പൊടികൾ ഞാൻ ചേർത്തിട്ടുണ്ട്. നല്ലോണം പുരട്ടി 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണേ. ഇന്ന് സൺഡേ ആയിട്ട് നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്താ സ്പെഷ്യൽ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, ബീഫാണെങ്കിൽ ബീഫ്, മീനാണെങ്കിൽ മീൻ, എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണേ മറക്കരുതേ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം മറക്കരുത് കേട്ടോ. അങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ട് പുരട്ടി വെച്ച് മീൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില തണ്ടൊക്കെ വെച്ച് വറുത്തെടുക്കുന്നുണ്ട്. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് വറുത്തെടുത്തിട്ടും ഷാലോ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ, ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട. ഷാലോ ഫ്രൈ ചെയ്താലാണ് മീൻ പൊള്ളിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ കറിവേപ്പിലയൊക്കെ വെച്ച് മീൻ വറുത്തെടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില തണ്ടും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടിഞ്ഞു പോവാതെ വറുത്തെടുത്തതിൻ്റെ സന്തോഷത്തിലാണ്. ആ എണ്ണയിലേക്ക് തന്നെ 4 വലിയ സവാള ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. അതിനുശേഷം 2 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കണേ. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നല്ലോണം വഴറ്റി കൊടുക്കണം. എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കണം. അപ്പം ഞാൻ ഒരു തേങ്ങയുടെ പാലെടുത്ത് പകുതി ഒഴിച്ച് ഒന്ന് കുറുക്കിയതിന് ശേഷം ബാക്കി ഒഴിച്ച് തക്കാളി ഈ സമയത്താണ് ആഡ് ചെയ്യുന്നത്. അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയാണ്. ഈ ഒരു പരുവമായി കഴിയുമ്പം ഇലയൊക്കെ വാട്ടി അതിലേക്ക് മസാല നല്ലോണം വെച്ച് കൊടുക്കണം കേട്ടോ, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിന് മേലെ ഒരു മീൻ വെച്ചിട്ട് അതിന് മേലെ മസാല വെച്ച് പൊതിഞ്ഞെടുക്കണം. ഞാനൊരു 3-4 പീസ് വാഴയില വെച്ച് പൊതിഞ്ഞെടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. ആ എണ്ണയിൽ കിടന്ന് മൊരിയുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആ മീനിലേക്കും മസാലയ്ക്കും ഇറങ്ങും. അതിന് വേണ്ടി ഞാൻ 3-4 പീസ് ഇല വെച്ച് നല്ലോണം നൂല് വെച്ച് കെട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വാഴനാര് വെച്ച് ആണെങ്കിലും കെട്ടാം, അല്ലെങ്കിൽ നൂല് വെച്ചാണെങ്കിലും കെട്ടാം. അങ്ങനെ അടച്ച് വെച്ച് തിരിച്ചു മറിച്ചു ഇട്ട് ഞാനത് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട്, നല്ല ഫ്ലേവറാന്ന് തോന്നുന്നു, നല്ല മണം വരുന്നുണ്ട്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചൂടുണ്ട്, കൈ എനിക്ക് പൊള്ളിയിട്ട് പോയി മീനിലേക്ക് വെക്കുമ്പോൾ. നല്ല ചൂടായിരുന്നു. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ, ഹാപ്പി സൺഡേ.